വെള്ളം അങ്ങനെ പതഞ്ഞ് ഒഴുകി വരുന്ന കാഴ്ച കണ്ടോ, നല്ല മനോഹരമായ ഒരു കാഴ്ച തന്നെ. ഇത് വാഴച്ചാലാണ്, നമ്മുടെ ആതിരപ്പള്ളിയുടെ തൊട്ടടുത്തുള്ള വാഴച്ചാലാണ്. ഇതിൻ്റെ അപ്പുറത്ത് മുഴുവനെ ഇത് കണ്ടോ, കുരങ്ങന്മാരുടെ കളിയാണ്. ഈ കുരങ്ങന്മാർക്ക് ഇവിടെ ഭക്ഷണമൊന്നും കൊടുക്കരുതെന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ വരുന്നവരെ എന്നാലും ഇവന്മാരെ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ ബിസ്ക്കറ്റൊക്കെ കൊടുത്തു പോകും. പക്ഷേ കൊടുക്കുന്നത് ഭയങ്കര ശല്യമാണ്. എന്നാണെന്നറിയോ, നമ്മുടെ കയ്യിലുള്ള ബാഗ് അതുപോലെ ഈ ഫോണൊക്കെ നമ്മൾ നോക്കി പിടിച്ചില്ലെങ്കിൽ ഇവന്മാർ തട്ടിപ്പറിച്ചോണ്ട് പോകും. ഒരു രക്ഷയില്ല. അതുകൊണ്ട് ഇരിക്കുന്ന കണ്ടില്ല ചൊറിഞ്ഞുകൊണ്ട്. ഇതിനെ ചെയ്യാൻ ഇവന്മാരെ വലിയ ശല്യമാണ്. എന്നാൽ കാണാൻ ഭയങ്കര രസമുണ്ട്. ഇതുകൊണ്ട് ഈ താഴെ കൂടെ എല്ലാം ഇങ്ങനെ നടക്കുവാണ്. ബാഗ് ഈ നോക്കിക്കോണം. ഇത് കണ്ടോ, ഈ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ടോ. ഈ പണ്ടേ നമ്മൾ ഇങ്ങോട്ട് ഈ വരുന്ന സമയത്ത് നമുക്ക് ഈ വെള്ളം ഇതിൻ്റെ താഴോട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റുമായിരുന്നു. ഇപ്പം പക്ഷേ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. വലിയ അപകടമാണ്. കാരണം അവിടെ നല്ല വഴുക്കലുണ്ട്. ഈ വഴുക്കലുള്ളതാണ്. അങ്ങോട്ട് ഇപ്പോൾ ആരെയും ഇറക്കത്തില്ല. അവിടെ എല്ലാം വേലി ഇങ്ങനെ കെട്ടിയിരിക്കുകയാണ് ഇരുമ്പ് കൊണ്ട്. ഈ വെള്ളമാണ് ഇവിടെ നിന്ന് നേരെ ഒഴുകി ചെന്നിട്ട് നമ്മുടെ ഇത് അതിരപ്പള്ളി വാട്ടർഫാളില്ലേ, അതാണ് ചാലക്കുടി പുഴയിലേക്ക് എന്നിട്ട് ഒഴുകി പോകുന്നത്. ഇപ്പം ഏതായാലും ഇതുണ്ട്, ഈ കമ്പിവേലി ഉള്ളതുകൊണ്ട് ഒരു രക്ഷയില്ല, അങ്ങോട്ട് ആരും ഇറങ്ങത്തില്ല. പണ്ട് എല്ലാവരും ഇറങ്ങിയിട്ട് താഴോട്ട് ഇറങ്ങുമായിരുന്നു. നമ്മൾ നോക്കുമ്പോൾ അവർക്കും പ്രശ്നമൊന്നുമില്ല, കാല് വെറുതെ അങ്ങോട്ട് വെച്ചാൽ പ്രശ്നമൊന്നും ഇല്ലയെന്ന്. പക്ഷെ നല്ല വഴുക്കലും ഉണ്ട് അവിടെ. അതുപോലെ തന്നെ ചില സമയത്ത് നല്ല ശക്തിക്കായിരിക്കും വെള്ളം ഒഴുകി വരുന്നത്. ഇപ്പം ഫോഴ്സ് വളരെ കുറവാണ്. കാണാൻ ഭയങ്കര ഭംഗിയാണ്. നല്ല തിരക്കാണ് കേട്ടോ ഇവിടെ. പക്ഷേ ഈ വരുന്നവർ ഞാൻ പറഞ്ഞില്ല, എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചോണം നമ്മുടെ ബാഗ്. കാരണം കുരങ്ങന്മാരാണ് ഏറ്റവും ശല്യമുള്ളത്. ഇതിൻ്റെ തൊട്ടങ്ങപ്പുറത്തുണ്ടല്ലോ ഒരു ഇത് കണ്ടോ, ഒരു വെയിറ്റിംഗ് ഷെഡ് കണ്ടോ. ഇതൊന്ന് കാണണം നിങ്ങൾ കേട്ടോ. ഇത് കണ്ടോ, നിർമ്മൽ കണ്ണൻ MLAയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മുമ്പേ ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് 2 പേര് നിൽപ്പുണ്ടായിരുന്നു. എന്നാൽ അവിടെ കയറി ഒന്ന് ഇരിക്കാമല്ലോ എന്നും വെച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന സമയത്ത് ഇത് കണ്ടോ, ഒരു കറുത്ത പ്ലാസ്റ്റിക്കിൻ്റെ വെച്ച് അവരങ്ങ് മറച്ച് അതിനകത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടി. എന്താ അതിൻ്റെ അകത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടി മറച്ചെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ലേ. അത് കഴിഞ്ഞ് ഞാൻ അകത്ത് നോക്കി. ഇത് കണ്ടോ, അതിൻ്റെ അകത്തെ ബെഞ്ചൊക്കെ കണ്ടോ, നല്ല ടൈലൊക്കെ ഒട്ടിച്ച പോലെ ഇരിക്കുന്നത്. ഇതുകൊണ്ടോ, ഒന്ന് മുട്ടി നോക്കിയപ്പോഴല്ലേ സംഭവം മനസ്സിലായി. ഇത് ഈ പ്ലൈവുഡ് കൊണ്ട് നിർമ്മിച്ച് വെച്ചിരിക്കുന്ന, സിമെൻ്റൊന്നും അല്ല. ഇവിടെ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടിയുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുക. ഇത് കണ്ടോ, അതിന് സെറ്റ് ഇട്ടുകൊണ്ടിരിക്കുക. ഇതിൻ്റെ തൊട്ടങ്ങപ്പുറത്തെ ഒരുപാട് കടകളൊക്കെ ഇങ്ങനെ അവർ കണ്ടോ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടോ. ഇത് സിനിമയുടെ സെറ്റ് ഇട്ടുകൊണ്ടിരിക്കുക. അത് മുഴുവൻ കടകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക സിനിമയ്ക്ക് വേണ്ടി. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മനസ്സിലാകത്തില്ല കേട്ടോ ആ സെറ്റ് ഇട്ടിരിക്കുന്നത്. ശരിക്കും ഒരു ഗ്രാമത്തിലുള്ള ഒരു വെയിറ്റിംഗ് ഷെഡ് പോലെ തന്നെയും അവിടെ കുറേ കടകൾ എല്ലാം കൂടെ ഇനി വരാൻ വേണ്ടിയും ആയിരിക്കും. ഏത് സിനിമയാണെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ കൂടെ വന്നവരൊക്കെ താഴെ നിന്ന് കയറി വരുന്നതേ ഉള്ളൂ. ഇവിടെയൊക്കെ നമ്മളൊന്ന് വന്ന് കാണേണ്ട സ്ഥലം കേട്ടോ, ഈ ഷോളയാർ വനമേഖലയൊക്കെ. ഇവിടേക്ക് ഈ പകൽ സമയങ്ങളിൽ പോലും ആനകളൊക്കെ ഇറങ്ങി വരുന്ന സ്ഥലമാണ് ഈ ഷോളയാർ എന്ന് പറയുന്നത്. നമ്മളിപ്പം ഇവിടെ വന്നത് ഒരു 10-35 പേരുണ്ട്. നമ്മൾ KSRTCയുടെ ബസ്സിലാണ് വന്നത്. അതുകൊണ്ട് ബസ്സിൻ്റെ പുറകിൽ ഇരുന്നുള്ള നോക്കുമ്പോഴുള്ള കാഴ്ച, തൊട്ട് പുറകെ ഇങ്ങനെ ഒരു ട്രാവലർ വരുന്നതുണ്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇങ്ങനെ ഇതുകൊണ്ട് വേറെ 2 വീലറേ വരുന്നവരുണ്ട്. പക്ഷേ 2 വീലറേയില്ല വരുന്നതൊന്നും അത്ര സേഫ് അല്ല കേട്ടോ. ഇത്തിരി ആനിമൽസൊക്കെ ഉള്ളതാണ്. ഇതുകൊണ്ട് ഇവിടെ മുഴുവനും ഇങ്ങനെ തേയിലത്തോട്ടങ്ങളൊക്കെ തുടങ്ങുകയാണ് ഇവിടെ നിന്ന്. നല്ല കാഴ്ചയാണ്. നമ്മൾ നേരെ ഇവിടെ നിന്ന് ഇപ്പം മലക്കപ്പാറയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് ഇവിടെ ഈ തമിഴ്നാട്ടിലെ എന്തോ ക്ഷേത്രത്തിലെന്തോ പരിപാടിയാണെന്ന് തോന്നുന്നു. ആൾക്കാരൊക്കെ അവിടെ റോഡ് സൈഡിൽ ഇരുന്ന് ഇങ്ങനെ ആഹാരം കഴിക്കുന്നുണ്ട്. എല്ലാവരും കൈ വീശി കാണിക്കുകയാണ്.